ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഗമം, ആശയങ്ങൾ കൊണ്ട് സംവദിക്കുന്ന ഈ സംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ മോൻസ് ജോസഫിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ സ്റ്റീഫൻ ജോർജിനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി PG ബിജുകുമാറിനെയും BSPയുടെ സ്ഥാനാർത്ഥി ശ്രീ MD തോമസിനെയും നിറഞ്ഞ മനസ്സോടുകൂടി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരുടെ ഒരു പരിച്ഛേദ കണക്ക് ഇവിടെ എത്തിയിരിക്കുന്ന പ്രബുദ്ധരായ ഈ സമ്മതിദായകരുടെ പേരിൽ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഘവുമായി ബന്ധപ്പെട്ട 1-2 നിബന്ധനകൾ സ്ഥാനാർത്ഥികളുടെയും സമ്മതിദായകരുടെയും മധ്യത്തിലേക്ക് അറിയിക്കുകയാണ്. 5 തലങ്ങളിലായാണ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി സംഗമം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 5 തലങ്ങളുണ്ട്. ആദ്യ തലം മുഖം എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ തലം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളെ തന്നെ സമ്മതിദായകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന 1-ാം തലം മുഖം. 2-ാമത് തലം സ്ഥാനാർത്ഥികളോട് അവതാരകർ ചോദിക്കുന്ന രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടുന്ന 2-ാമത് തലം രാഷ്ട്രീയം. 3-ാമത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്യുവാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചപ്പാട്. 3-ാം തലം വികസന കാഴ്ചപ്പാട്. 4-ാം തലം ഇവിടെ എത്തിയിരിക്കുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരുടെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന പ്രബുദ്ധരായ സമ്മതിദായകർക്ക് സ്ഥാനാർത്ഥികളുമായി ആശയപരമായി സംവദിക്കാൻ കഴിയുന്ന മൊഴി മറുമൊഴി. 4-ാമത് തലം തീർച്ചയായും നമുക്കറിയാം, പ്രചരണ ചൂടിന്റെ വേളയിൽ നിന്നാണ് നമ്മുടെ ബഹുമാനരായ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ സംഗമത്തിലും തങ്ങളുടെ സമ്മതിദായകരെ കാണുവാനും തങ്ങളുടെ സൗഹൃദം പുതുക്കുവാനും അത് വോട്ടാക്കി മാറ്റുവാനുമുള്ള വലിയ ഒരു താല്പര്യം, അഭിവാഞ്ച ആഗ്രഹം ഈ സ്ഥാനാർത്ഥികൾക്കുണ്ട്. അതെ, ഇവിടെ എത്തിയിരിക്കുന്ന സമ്മതിദായകരോട് തങ്ങൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാൻ അവസരം നൽകുന്ന 5-ാം തലം. ഈ 5 തലങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം. ഈ 5 തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ബഹുമാനരായ സ്ഥാനാർത്ഥികളോടും സമ്മതിദായകരോടും ഓർമ്മിപ്പിക്കട്ടെ, കടുത്തുരുത്തിയുടേതായ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, ഐതിഹ്യ സമ്പത്തുണ്ട്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് അതിൻ്റെതായ ചരിത്രവും പാരമ്പര്യവും ഐതിഹ്യ സമ്പത്തുമുണ്ട്. തീർച്ചയായും സമ്മതിദായകരെന്ന നിലയിൽ ഇതിൽ പങ്കാളികളാകുമ്പോൾ തീർച്ചയായും നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും സാംസ്കാരിക സമ്പന്നതയും ചരിത്ര പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുവാൻ കഴിയും വിധമാകണം നിങ്ങളുടെ സാന്നിധ്യവും അഭിപ്രായവും എല്ലാം ഉണ്ടാകുവാനെന്ന് ആമുഖത്തിന്റെ അകമ്പടി ഇല്ലാതെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ തലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ ഈ സമൂഹത്തിന് മുമ്പിൽ സമ്മതിദായകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന മുഖം എന്ന 1-ാം തലം. നമുക്കറിയാം, ഉണ്ണിനീലി സന്ദേശത്തിന്റെ പേരിൽ പുകൾപ്പെട്ട കടുത്തുരുത്തിയുടെ മണ്ണ്, കടൽ വ്യാപാരത്തിന്റെ പേരിൽ ചരിത്ര പ്രസിദ്ധമായ കടുത്തുരുത്തിയുടെ മണ്ണ്, മണ്ണാരപ്പാറയും മാഞ്ഞൂരും ഒക്കെ ചരിത്രത്തിലേക്ക് ഇടം തേടി ലോക ഭൂപടത്തിലേക്ക് തീർത്ഥാടന ടൂറിസത്തിലേക്ക് കടന്നു വരുന്ന കുറവലങ്ങാടും ഒക്കെ ഒത്തുചേരുന്ന ഈ മണ്ഡലം ഇല്ലായ്മകളോടും വല്ലായ്മകളോടും പടപൊട്ടി ഉഴവൂരിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ പ്രഥമ പൗരനായി മാറിയ ഉഴവൂരും മരങ്ങാട്ടുപുള്ളിയും കുറവലങ്ങാടും കളപ്പളാമറ്റം ഭാഗികമായും വെളിയന്നൂരും എത്തപ്പെട്ട പുതിയ നിയോജക മണ്ഡലത്തിന്റെ അതിഥികളായി എത്തിയ നമ്മുടെ ഈ പുതിയ നിയോജക മണ്ഡലം ചരിത്രപരമായി പാരമ്പര്യപരമായി ഏറെ അവകാശങ്ങൾ ഉന്നയിക്കുവാനുള്ള നമ്മുടെ നിയോജക മണ്ഡലം. ഈ വരുന്ന 13-ാം തീയതി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ വേണ്ടി പോകുകയാണ്. പ്രചരണ രംഗത്ത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലായി, 2 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹകരണത്തോടുകൂടി ജനപ്രതിനിധികളുടെ, പൊതുപ്രവർത്തകരുടെ, സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക രംഗത്തെ പ്രമുഖരായ ആളുകളുടെ എല്ലാവിധ പിന്തുണയോടും കൂടി 166 ബൂത്തുകളിലും എല്ലാവിധ പ്രചരണ സംവിധാനങ്ങളും ഇടത് വലത് മുന്നണികളും BJPയും BSPയും നടത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുന്നത് നമ്മുടെ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫാണ്. സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന KCYM-ലൂടെ മത സാംസ്കാരിക സംഘടനകളെല്ലാം നിറസാന്നിധ്യമായി നിറഞ്ഞു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടെ അടനാടി വിദ്യാർത്ഥികളുടെ യുവജന സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ജനനായകനാണ് ശ്രീ മോൻസ് ജോസഫ്. ശ്രീ മോൻസ് ജോസഫ് അദ്ദേഹത്തെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് മുമ്പിൽ അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നു. ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് ആരംഭിക്കാം. പരമാവധി 5 മിനിറ്റ് സമയം അങ്ങേക്ക് ഉപയോഗിക്കാൻ കഴിയും. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരും പ്രിയപ്പെട്ട ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളും ഉൾപ്പെടെ
ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ അവതാരകൻ ശ്രീ ബെന്നി കോച്ചേരി നിർദ്ദേശിച്ചതുപോലെ എന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഈ നാട്ടുകാരൻ ഒരു വിശദീകരണത്തിലേക്ക് കടക്കാൻ തന്നെ നാട്ടുകാരായ എല്ലാവരുടെയും കൂടെ പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതൽ കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സൂചിപ്പിക്കാൻ ആദ്യമേ കഴിയും. ആപ്പാഞ്ചിറ ചക്കാരയിൽ പാപ്പയുടെ അവിടെ ഒരു ആപ്പാഞ്ചിറ ജംഗ്ഷനത്തിൻ്റെ റേഷൻ കടയൊക്കെ നടത്തിയിരുന്ന വന്നിരുന്ന ചക്കാരയിൽ പാപ്പ എന്ന പിതാവിൻ്റെ പേര്. അരിമറ്റത്ത് മേലിൽ ഒ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒക്കെ ആദ്യകാല പ്രവർത്തകനായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ സജീവമായി നിന്നിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള പിന്നീട് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ സാമൂഹ്യ രംഗത്ത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ പ്രവർത്തകരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ച് ആപ്പാഞ്ചിറ മാന്നാർ LP സ്കൂളിലും ഗവൺമെന്റ് LP സ്കൂളിലും പൂഴിക്കോൽ സെന്റ് മാർത്താസ് UP സ്കൂളിലും കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം നടത്തി. അങ്ങനെ കടുത്തുരുത്തിയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSCയുടെ മെമ്പർഷിപ്പ്, കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാകാൻ, രംഗത്തെടുക്കാനുള്ള സാധ്യത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് തലയോലപ്പറമ്പ് DB കോളേജിലും കോട്ടയം ബെസേലിസ് കോളേജിലുമായി പഠിക്കുന്ന സന്ദർഭത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി വരാനിടയായത്. കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോൾ കേരള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നീട് നിയമ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ KSCയുടെ സംസ്ഥാന പ്രസിഡന്റായി മറ്റു ഭാരവാഹിത്വത്തിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നിരവധിയായ കർമ്മപരിപാടികൾക്കും അതുപോലെ നിരവധിയായ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കാൻ സാധ്യതയുണ്ടായി. സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളാൻ കഴിഞ്ഞു. വിദ്യാർത്ഥി KSC സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി അനുമതി നൽകിയത്. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും 1996 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയും അങ്ങനെ നിയമസഭയിൽ ആദ്യമായി കടന്നു ചെല്ലുവാൻ അവസരം ഉണ്ടാകുകയും ചെയ്തു. നിയമസഭയിലേക്ക് മത്സരിച്ചതിന് ശേഷമാണ് കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടിയും കേരള സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയും നിരവധിയായ പ്രവർത്തനങ്ങൾക്കും പിന്നീട് ആവശ്യമായ സന്ദർഭങ്ങളിൽ പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നിരവധിയായ പ്രക്ഷോഭങ്ങൾ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും കേരളത്തോടുള്ള റെയിൽവേ അവഗണന അടക്കമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം കേരളത്തിന് അർഹമായ പരിഗണന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രക്ഷോഭ പരിപാടികൾ ദേശീയ തലത്തിലും സംഘടിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിയുകയുണ്ടായി. അങ്ങനെയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ കടുത്തുരുത്തിയിലെ ജനങ്ങളുമായി, നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്നേഹാദരവോടുകൂടി എല്ലാവരെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരുടെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ ഒരു സുഹൃത്തായി, ഒരു സഹപ്രവർത്തകനായി, ഒരു സഹോദരനായി ഇത്രയും കാലം ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. ഇന്നിന്റെ ഉമ്മറപ്പടികളിൽ ഊന്നു നിന്നുകൊണ്ട് ഇന്നലകളിലെ പ്രവർത്തന വഴികളിലൂടെ വ്യക്തമായി കടന്നുപോയി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നെത്തി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ നേതാവായി, ജനപ്രതിനിധിയായി കടന്നു വന്ന വഴികളിലൂടെ ശ്രീ മോൻസ് ജോസഫ് സഞ്ചരിക്കുകയായിരുന്നു. തീർച്ചയായും ശ്രീ മോൻസ് ജോസഫ് വളരെ നന്ദിയുണ്ട്. വ്യക്തമായി അങ്ങയുടെ ജനനം മുതൽ ഇന്നോളമുള്ള വളർച്ചയുടെ വിവിധ പടവുകളെ സമ്മതിദായകരിൽ പരിപൂർണമായി എത്തിക്കുവാൻ കഴിയും വിധം പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനപ്രതിനിധി നേടുന്നത്
മുൻ MLA ആയിരുന്ന ശ്രീ സ്റ്റീഫൻ ജോർജാണ്. നമ്മുടെ കടുത്തുരുത്തിയിലുള്ള സ്കൂളിൽ അധ്യാപകനായി നിലവിൽ ഔദ്യോഗിക ജീവിതം നടത്തുന്ന അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള KCYL-ന്റെ ഭാരവാഹിയായിട്ടുള്ള സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക മണ്ഡലങ്ങളിലെല്ലാം തന്റേതായ സംഭാവനകൾ നൽകുവാൻ ഏറെ കഴിഞ്ഞിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ജോർജ് അദ്ദേഹത്തെ കുറിച്ച് ഈ സമ്മതിദായകർക്ക് മുമ്പിൽ അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ, എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ, പത്രപ്രതിനിധികളെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി കടുത്തുരുത്തി പ്രസ് ക്ലബ് വഹിക്കുന്ന ഒരു പരിപാടി ആവിഷ്കരിച്ചതിന് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ പൊതുരംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത ആളാണ്. ഉഴവൂർ സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ ഡിഗ്രി വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റായി, അവിടുന്ന് സർവ്വപതി കൺവീനറായി, KSCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡന്റായി, കേരള യൂത്ത് ഫണ്ടിന്റെ ജനറൽ സെക്രട്ടറിയായി അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും 1995 സെപ്റ്റംബർ മാസം 25-ാം തീയതി നടന്ന കേരളത്തിലെ ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിലെ സൗഹൃദ മത്സരത്തിൽ മത്സരിക്കുകയും ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2001 വീണ്ടും നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാകുകയും ചെയ്തു. 2001 തന്നെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിച്ച് 2006 വരെ എളിയവനായ ഞാൻ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് വികസന പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഞാൻ കണക്കാരി പഞ്ചായത്തിലെ കുറുമുളൂരി എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ചെറിയാന്റെയും നൈറ്റിയുടെയും മകനായി ജനിച്ചു. എൻ്റെ വിദ്യാഭ്യാസം കുറുമുള്ളൂർ സെന്റ് തോമസ് UP സ്കൂൾ, ഈ നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും തെക്കേയറ്റമായ കുറുമുളൂരിലെ സെന്റ് തോമസ് UP സ്കൂൾ മുതൽ സെന്റ് ജോർജസ് ഹൈസ്കൂൾ കഴിപ്പുഴ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രീഡിഗ്രിയും ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാന്നാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Ed വിദ്യാഭ്യാസം പൂർത്തിയാക്കി. MA ഗാന്ധിയൻ സ്റ്റഡീസിന് മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിൽ ഗാന്ധി സ്റ്റഡീസ് MA പാസ്സായി. തിരുവനന്തപുരത്ത് ലോ അക്കാദമി ലോ കോളേജിൽ LLB പഠനം പൂർത്തിയാക്കി. അതിനുശേഷം കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ്. എന്നെ ജനപ്രതിയാക്കിയ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് സത്യസന്ധമായ, നീതിപൂർവമായും നിഷ്കളങ്കമായുള്ള പൊതുപ്രവർത്തനം നടത്താൻ കഴിഞ്ഞുവെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇന്ന് വരെ ഒരാക്ഷേപത്തിനും വക കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. നാളെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇത്രയും നാളെ കൈപിടിച്ചു നിർത്തിയ കടുത്തുരുത്തിലെ നല്ലവനായ ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ഓർമ്മിച്ചു. തികഞ്ഞ കാർഷിക പാരമ്പര്യമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നെത്തി ജനപ്രതിനിധിയായ ഇന്നലകളെയാണ് ശ്രീ സ്റ്റീഫൻ ജോർജ് സ്മരിച്ചത്. വളരെ ഭംഗിയായി ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രീ സ്റ്റീഫൻ ജോർജിന് അദ്ദേഹം പിന്നിട്ട വഴികളെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രതിനിധിയാണ്, ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇന്നലകളിലെല്ലാം സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് തന്റേതായ മുഴുവൻ സഹായങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ശ്രീ PG ബിജുകുമാറാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടെ പ്രതിദാനം ചെയ്തുകൊണ്ട് മത്സര ഗോതയിലിറങ്ങുന്നത്. ശ്രീ PG ബിജുകുമാർ, അങ്ങയെ കുറിച്ച് സംസാരിക്കാം. സംപൂജ്യമായ സദസ്സിന് സ്നേഹ നമസ്കാരം. ഞാൻ വൈക്കം നിയോജക മണ്ഡലത്തിലെ വെള്ളൂർ പഞ്ചായത്തില് വെള്ളൂർ എന്ന ഗ്രാമത്തിലാണ് എന്റെ സ്വദേശം. പൂണിത്രയിൽ ഗോവിന്ദൻ നായരുടെയും വെള്ളൂർ തന്നെ ഞാറകാട്ടിൽ ശാന്തമ്മയുടെയും മകനാണ്. എന്റെ വിദ്യാഭ്യാസ കാലം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ മുളക്കുളം പഞ്ചായത്തിലെ കാരിക്കോട് റബ്ബർ ഫാദർ GMHS-ലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ പ്രീ ഡിഗ്രിയും ദേവസ്വം ബോർഡ് കോളേജിൽ തന്നെ BA-ക്കും പഠിക്കാൻ ഇടയായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുമ്പോൾ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് ABVP യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ടും, അതിനുശേഷം ഡിഗ്രിക്ക് അവൾ പഠിക്കുമ്പോൾ ABVPയുടെ
വൈക്കം താലൂക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പൊതുരംഗത്തേക്ക് എത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവാ സംഘം RSSലൂടെയാണ്. കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് ABVPയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ABVP SFIയുമായിട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് സെക്രട്ടറി എന്ന ചുമതല മുതൽ ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ എന്റെ പരിമിതമായ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനെതിരായി ഉയർന്നു വരുന്ന നിരവധിയായ തിന്മകൾക്കെതിരെ മുളക്കുളം വെള്ളൂർ പ്രദേശത്തടക്കമുള്ള ഇഷ്ടിക മണൽ മാഫിയകൾക്കെതിരെ അടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈക്കത്തെ രാഷ്ട്രീയ രംഗത്ത് വൈക്കം പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈക്കം നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ 6 വർഷക്കാലം പ്രവർത്തിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ 6 വർഷക്കാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ഈ 6 വർഷവും സംഘടനയുടെ ചുമതല കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുവാനും ഈ നിയോജക മണ്ഡലത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഇതാണ് എന്നെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലായി 1,71,075 ജനങ്ങളാണ് 13-ാം തീയതി തങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കടന്നെത്തുക. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മതിദായകരുള്ള നിയോജക മണ്ഡലം എന്ന നിലയിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെല്ലാം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. കടുത്തുരുത്തിയുടെ ചരിത്രവും പാരമ്പര്യവും ഉള്ളതിനൊപ്പം തന്നെ അംഗബലം കൊണ്ടും ശ്രദ്ധ നേടുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജനവിധി നേടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മോൻസ് ജോസഫും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ PG ബിജുകുമാറും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത് ഒരേ കലാലയത്തിൽ നിന്നാണെന്ന പ്രത്യേകത അവരുടെ ഇന്നലകളെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അവരിരുവരും തങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ പൊതുജീവിതത്തിന് തുടക്കമിട്ടത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജനവിധി നേടുന്നത് 5 സ്ഥാനാർത്ഥികളാണ്. ഇടത് വലത് മുന്നണികളുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും BSPയുടെയും സ്ഥാനാർത്ഥിക്കൊപ്പം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മോൻസ് ജോസഫിന്റെ പേരിനോട് ഏറെ സമാനത പുലർത്തുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായി ഏറെ സമാനതകളുള്ള ഒരു പേര് ഉള്ളത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ തന്നെയാവാം. മോൻ ജോസഫ് എന്ന പേരിൽ നിയോജക മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു അപര സ്ഥാനാർത്ഥി കൂടി ഇവിടെയുണ്ട്. അങ്ങനെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ 5 സ്ഥാനാർത്ഥികളാണ് ജനവിധി നേടുന്നത്. അപര സ്ഥാനാർത്ഥികൾക്ക് അത്രമാത്രം പ്രാമുഖ്യം കൊടുക്കേണ്ടതില്ല എന്ന് സംഘാടകർ തീരുമാനിച്ചതുകൊണ്ട് 4 സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് സമ്മതിക്കുന്നതിന് വേണ്ടി മറ്റൊരു നിയോജക മണ്ഡലത്തിൽ നിന്നാണെന്ന് UDF സ്ഥാനാർത്ഥി തിരുത്തുന്നു. പാമ്പാടിയിൽ നിന്നാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് UDF സ്ഥാനാർത്ഥിയുടെ പേരിനോട് ഏറെ സമാനതയുള്ള മോൻ ജോസഫ് എന്ന പേരിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BSPയുടെ സ്ഥാനാർത്ഥി ശ്രീ MD തോമസ് നമ്മളോട് സമ്മതിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇന്നലെ കുറിച്ച് ഇന്നേ കുറിച്ച് നാളെയുടെ പ്രതീക്ഷകളെ കുറിച്ച് സമ്മതിദായകരോട് സമ്മതിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ശ്രീ MD തോമസ്, അങ്ങേക്ക് സംസാരിക്കാം. വോട്ടർമാരും ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളായ എല്ലാവർക്കും എന്റെ നമസ്കാരം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മാഞ്ഞൂർ പഞ്ചായത്തിലെ കുറുപ്പന്ന സ്ഥലത്ത് ദേവസ്യയുടെയും മറിയത്തിന്റെയും മകനാണ്. 1960 മാർച്ച് മാസത്തിലാണ് ഞാൻ ജയിച്ചത്. കുറുപ്പന്ന പള്ളാർപ്പാറ സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസവും സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. കുറവനങ്ങാട് ദേവമാതാ കോളേജിൽ പ്രീ-ഡിഗ്രിയും BAയും കംപ്ലീറ്റ് ചെയ്തതാണ്. വിദ്യാഭ്യാസ കാലത്ത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ദളിതരായ വിഭാഗ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ. അതിന്റെ പ്രവർത്തന ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് കേരളത്തിലെ ഒട്ടനവധി വിഷയങ്ങളിൽ ജനകീയ സമരങ്ങളിൽ പങ്കാളികളാക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1978 ഇടുക്കി ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ ഓഫീസ് കോട്ടയത്ത് കഞ്ഞിക്കടിയിൽ പ്രവർത്തിച്ചു. ഇടുക്കിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും പട്ടികജാതിക്കാർക്ക് വേണ്ടി പുരമേയുവാനുള്ള ചെറിയ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി പോലും
അവിടുത്തെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് കോട്ടയത്ത് കഞ്ഞിക്കുടി ഓഫീസിൽ വന്ന് 50 രൂപ 100 രൂപ വാങ്ങിപ്പോകേണ്ട ഗതികേടാണ് ഉണ്ടായിരുന്നത് 78. ഈ പട്ടികജാതി വികസന ഓഫീസ് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ നിന്നും ഇടുക്കിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന കേരള സ്നൈപ്പർ സ്റ്റുഡൻസ് അസോസിയേഷൻ KSSA എന്ന് പറയുന്ന സംഘടന ആ സ്ഥാപനത്തിന് മുമ്പിൽ ഒരു സമരം ആരംഭിക്കുകയും നിരാഹാര സമരം ആരംഭിക്കുകയും ആ നിരാഹാര സമരത്തിൽ 3ാമത്തെ ആളെന്ന നിലയിൽ 12 ദിവസം തുടർച്ചയായി നിരാഹാരം നടത്തി ആ സ്ഥാപനം അവിടെ നിന്നും ഇടുക്കിയിലേക്ക് മാറ്റുന്നതിന് ഗവൺമെന്റിന്റെ ഓർഡർ വാങ്ങി അന്നത്തെ പട്ടികജാതി പട്ടികവർഗ ഡയറക്ടർ കോട്ടയത്ത് കൊണ്ട് നൽകി സമരം അവസാനിപ്പിക്കുന്ന ഒരു സമര പരിപാടി ഞാൻ പങ്കുചേർന്നിട്ടുണ്ട്. തുടർന്ന് ദുർബല വിഭാഗങ്ങളുടെ കടകൾ റദ്ദ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് 13 ദിവസം എറണാകുളത്ത് നിരാഹാര സമരം നടത്തിയുണ്ടായി. ഇത്തരം ജനകീയ സമരത്തിൽ പങ്കാളികളാവുന്നതോടൊപ്പം തന്നെ 2002 ഇടുക്കിയില് കുണ്ടള എന്ന് പറയുന്ന പ്രദേശത്ത് മുദ്രാ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ ഭൂമി കയ്യേറി ഇടുക്കി ജില്ലാ ഗവൺമെന്റും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരികളും കേരള ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റും ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഈ എഞ്ചിനീയറിംഗ് കോളേജ് ആദിവാസികളുടെ ഭൂമിയിൽ കെട്ടിപ്പൊക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2002 മെയ് മാസത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇടിച്ചു പൊളിച്ചു കളയാൻ കേരളത്തിലെ ആദിവാസി നേതാവ് CK ജാനകിയോടൊപ്പം പങ്കുചേരുകയും അതിനെ തുടർന്ന് ഇടുക്കിയിലെ ATC നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്റെ കാലൊടിഞ്ഞ് കണ്ണിന്റെ ഇടത് കണ്ണിന്റെ എല്ല് നഷ്ടപ്പെട്ട് 6 മാസക്കാലം പുറത്തിറങ്ങാൻ കഴിയാതെ ഇരുന്നിട്ടുണ്ട്. കുറിച്ചിയിൽ നടന്ന ഇലവൻ KV സമരത്തിലും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന ആദിവാസി ജനകീയ സമരം തുടർന്ന് പുത്തങ്ങായിൽ നടത്തപ്പെട്ട സമരത്തിന് ജനകീയ പിന്തുണ അങ്ങേക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അങ്ങേ ഈ സമൂഹത്തിന് മുമ്പിൽ ഈ സമ്മതിദായകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് അനുവദിച്ച സമയം അവസാനിച്ചിരിക്കുകയാണ്. പിന്നിട്ട വഴികളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നെത്തി സമരപാതകളിലൂടെ കടന്നെത്തി സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചരിത്രമാണ് അദ്ദേഹം നമ്മളോട് സമ്മതിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സംഗമത്തിന്റെ 2ാം തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാനും നിങ്ങളടങ്ങുന്ന സമൂഹം തിരിച്ചറിയുന്ന കടുത്തുരുത്തിയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ പ്രാദേശിക കക്ഷി രാഷ്ട്രീയത്തിൽ നിസ്തുലമായ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സൗഹൃദ മത്സരങ്ങളുടെ പിറവിയെടുത്ത മണ്ണാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. 1996 മുതൽ കടുത്തുരുത്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളായി രംഗത്തിലെത്തിയിരിക്കുന്നവരിൽ ഏറെ. സൗഹൃദ മത്സരത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തി UDFന്റെയും UDFനോടൊപ്പം മത്സരിച്ചു നിന്നിരുന്ന സൗഹൃദ സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് കടുത്തുരുത്തിയുടെ പ്രതിനിധിയായി ശ്രീ മോൻസ് ജോസഫ് എത്തപ്പെടുന്നത് കന്നി അംഗത്തിലൂടെയാണ്. തുടർന്നു വന്ന മത്സരത്തിൽ സിറ്റിംഗ് MLA ആയിരുന്ന ശ്രീ മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തിയുടെ നിയമസഭാ സാമാജികനായി നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. തുടർന്നു വന്ന മത്സരത്തിലും അതേ മുഖങ്ങൾ തന്നെ ആവർത്തിക്കുകയും ഇടതുപക്ഷ മുന്നണികൾ തമ്മിൽ മാറ്റിവെച്ച മത്സരത്തിൽ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാകുകയും ഇടതുപക്ഷത്തിന് പ്രതിനിധിയായി മത്സര രംഗത്തെത്തിയ ശ്രീ മോൻസ് ജോസഫ് 2001 പരാജയത്തിന്റെ മധുര പ്രതികാരം എന്നോണം 2001 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി 2006 വിജയിക്കുകയും കടുത്തുരുത്തിയിൽ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയും കേരള നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. 2ാം മുഖത്തിൽ രാഷ്ട്രീയം എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന 2ാം മുഖത്തിൽ ചോദ്യം ആരംഭിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ സ്റ്റീഫൻ ജോർജിൽ നിന്നാണ്. ആദ്യ തലത്തിൽ മുഖം എന്ന തലത്തിൽ നമ്മൾ ചോദ്യം ആരംഭിച്ചത്, അവസരം നൽകിയത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മോൻസ് ജോസഫിനായിരുന്നു. 2ാം തലത്തിൽ നമ്മൾ പേരിട്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന തലത്തിൽ ചോദ്യം ആരംഭിക്കുന്നത് ശ്രീ സ്റ്റീഫൻ ജോർജിനോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ സ്റ്റീഫൻ ജോർജിനോടാണ്. ശ്രീ സ്റ്റീഫൻ ജോർജ്, സമകാലീന കേരള രാഷ്ട്രീയത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? സമകാലീന കേരള രാഷ്ട്രീയത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? പ്രത്യേകിച്ചും കടുത്തുരുത്തിയുടെ രാഷ്ട്രീയത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? സമകാലിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ മാറ്റം വരാൻ പോവുകയാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചാൽ വലതുപക്ഷ മുന്നണി, വലതുപക്ഷ മുന്നണി ഭരിച്ചാൽ ഇടതുപക്ഷ മുന്നണി, ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റിനെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഒരു മാറ്റം ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നാണ്
വിലയിരുത്തൽ. പ്രാദേശികമായ രാഷ്ട്രീയ വിലയിരുത്തലേക്ക് കൂടി അങ്ങേക്ക് കടന്നു വരാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേരള ചരിത്രം ആവർത്തിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജ് അവകാശപ്പെടുന്നത്. പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് കൂടി അങ്ങേക്ക് കടന്നു വരാം. ഈ ഏപ്രിൽ മാസം 13-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടക്കുന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പാണെന്ന് നമുക്കെല്ലാം അറിയാം. ആ തെരഞ്ഞെടുപ്പിൽ എന്നെ വ്യക്തിപരമായി വർഷങ്ങളായി എനിക്കറിയാവുന്ന കടുത്തുരുത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്നലകളിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ഒക്കെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജൈവിളികൾ നടത്തിയ ശ്രീ സ്റ്റീഫൻ ജോർജ് ഇന്ന് പാളയംമാറി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? അതെന്റെ എതിർ സ്ഥാനാർത്ഥി അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അന്ന് പറഞ്ഞതുപോലെ EK നയനാർക്കും അച്യുതാനന്ദനും പിണറായി വിജയനും എല്ലാം മുദ്രാവാക്യം വിളിച്ചു നിന്ന ആളാണ് ഞാനിങ്ങനെ ഒരു ചേരി മാറി ഇങ്ങനെ മത്സരിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പറയാൻ എന്നെ അനുവദിക്കണം. ഞാൻ പറയാം, ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ അവസരം തരും. ഞാൻ ഒരു സീറ്റിന് വേണ്ടി മാത്രം മുന്നണി മാറിയ ആളല്ല. കഴിഞ്ഞ 10-15 വർഷ കാലഘട്ടമായി കേരള കോൺഗ്രസിലൂടെ കഴിഞ്ഞ 33 വർഷമായി നിഴലുപോലെ KM മാണി സാറിന്റെ വിശ്വസ്ത അനുയായിയായി പ്രവർത്തിച്ച ആളാണ് ഞാനിങ്ങനെ പ്രവർത്തിച്ച് വരുന്ന സമയത്ത് വളരെ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ജോസ് കെ മാണി വിജയിക്കുന്നതിന് വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി അന്ന് ഈ നിയമനത്തിൽ നടന്ന് പ്രവർത്തിക്കുകയും 21,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഫലമാണിതെല്ലാം. അന്ന് ഇടതുപക്ഷങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് ജെ, UDFിലുള്ള കേരള കോൺഗ്രസ് എമ്മുമായി കടന്നു വന്ന് ലയിക്കുകയും അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായപ്പോൾ ഞാൻ എന്റെ പാർട്ടിയിൽ നിന്ന് നേതാക്കളോട് ഇത് അസമയത്താണ് ലയനം, ഇതിപ്പോൾ പാടില്ല, ഇത് കോൺഗ്രസും അതുപോലെ കേരളത്തിലെ ജനങ്ങളും ഈ ലയനത്തെ സ്വാഗതം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ലയനം സാക്ഷാത്കരിക്കപ്പെട്ടു. അതിനുശേഷം മുന്നോട്ട് പോരുമ്പോൾ എന്നെ തന്നെ കടുത്തുരുത്തിലെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് നേതാക്കൾ എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. കേരള കോൺഗ്രസുകളുടെ ലയനം ഒരു ചാവിള്ള എന്ന് അങ്ങ് വിശേഷിപ്പിക്കാൻ കഴിയുമോ? അപക്വമായ യഥാർത്ഥ സമയത്തല്ലാത്ത ഒരു ലയനമാണ് നടന്നതെന്ന് അങ്ങ് പറയുന്നു. ഞാൻ അങ്ങ് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ലയനം അസമയത്താണ്, അത് അനാവശ്യമായി പോയി. എന്തുകൊണ്ട് അന്ന് അങ്ങേക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല? അന്ന് ഞാൻ എന്റെ പാർട്ടിക്കകത്തു നിന്ന് പ്രതികരിച്ചു. പക്ഷെ പരസ്യമായ പ്രതികരണം അച്ചടക്കലംഘനമാകുന്നതുകൊണ്ട് ഞാൻ തയ്യാറായില്ല. അച്ചടക്കലംഘനത്തെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പരസ്യമായി പ്രതികരിക്കുമ്പോൾ അത് സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയാണ് എന്ന് കടുത്തുരുത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ അങ്ങ് എന്ത് മറുപടി പറയും? ഞാൻ തീർച്ചയായും വ്യക്തമായ മറുപടി എനിക്ക് പറയാനുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയാണെങ്കിൽ 20 വർഷം മുമ്പ് ഞാൻ ഈ പാർട്ടി വിട്ടു പോകേണ്ടതായിരുന്നു. 1991 ശ്രീ ബാബു ചാഴികാട് ഏറ്റുമാനിൽ മത്സരിക്കുന്ന സമയത്ത് യാദൃശ്യമായി ഇടിമിന്നലിട്ട് മരിക്കുകയുണ്ടായി. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പിന്നീടുള്ള ബൈ ഇലക്ഷനിൽ എന്നെ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുൻ MP വർക്കി ജോർജിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനിലെ 6 മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി മാണിസാറിനും മറ്റ് നേതാക്കൾക്കും പാർട്ടി ലീഡർഷിപ്പിന് കൊടുക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷേ അത് നടന്നില്ല. അന്ന് ശ്രീ തോമസ് ചാഴികാടിനെ, ബാബു ചാഴികാടിന്റെ സഹോദരൻ, വലിയ രാഷ്ട്രീയ പരിചയമില്ലാത്ത അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഞാനത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കുകയും കഴിഞ്ഞ 20 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ ഇടതുഭരണ മുന്നണികൾ മാറി മാറി വരുന്ന ചരിത്രം തിരുത്തി എഴുതി ഇടതുഭരണം ഇനിയും ആവർത്തിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ സ്റ്റീഫൻ ജോർജ് ആദ്യം തന്നെ അവകാശപ്പെടുന്നത്. കടുത്തുരുത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളാണ് താങ്കൾക്കുള്ളത്? കടുത്തുരുത്തി അനുകൂലമായ രാഷ്ട്രീയം ഞാൻ പരാജയപ്പെട്ടപ്പോഴും ജനങ്ങളൊപ്പം ജനങ്ങളുടെ ദുഃഖത്തിലും ജനങ്ങളുടെ സന്തോഷത്തിലും പങ്കെടുത്ത് ഇവിടെ പ്രവർത്തിച്ച ആളാണ്. ആ നിലയിൽ സത്യസന്ധമായ നീതിപൂർവമായ പൊതുപ്രവർത്തനം നടത്തിയ ആളാണ്. ഇന്നലകളിൽ എതിർത്തിരുന്ന CPM-ഉം CPI അടക്കം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങേക്കൊപ്പം പരിപൂർണമായി നിൽക്കുമെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 100% നിൽക്കും. ആ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. അത് ഞാൻ സ്ഥാനാർത്ഥിയാണ് മുഖ്യമായ കാരണം. എനിക്ക് സീറ്റിൽ നിറഞ്ഞിട്ടും ഞാൻ ഉടനെ തീരുമാനിക്കുകയല്ല ചെയ്തത്. ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ അറിയാവുന്ന നിരവധി നേതാക്കൾ എന്നെ വിളിക്കുകയും എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തത് മാത്രമല്ല UDFിലെയും പല നേതാക്കളും എനിക്ക് അടുത്തുള്ളവർ ഇത് അന്യായമാണ് ചെയ്തത്, അനീതിയാണ് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെയെങ്കിൽ അതും തർക്കമില്ല. അങ്ങേക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയ സമയത്ത് UDFിൽ നിന്ന് പിന്തുണ ഉണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി അങ്ങേക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? ഞാൻ വിള്ളൽ ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്ന ആളല്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ SFIയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന സിന്ധു ജോയ് പറഞ്ഞു, അവരുടെ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ മതപരമായ
സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പാർട്ടി വിടുന്നത് എന്ന് പറഞ്ഞു. ശ്രീ സ്റ്റീഫൻ ജോർജ്, അങ്ങേക്ക് ഒരു പക്ഷേ അങ്ങയുടെ അടിസ്ഥാനപരമായ മതവിശ്വാസം സംരക്ഷിക്കാൻ പുതിയ സംവിധാനത്തിൽ കഴിയുമെന്ന് അങ്ങ് തോന്നുന്നുണ്ടോ? അത് സിന്ധു ജിയുടെ അഭിപ്രായമാണ്. എനിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല.